അല്ലു അർജുന്റെ 22ാമത്തെ പടം. പടം ഡയറക്ട് ചെയ്യുന്നത് നമ്മുടെ ആഡ്ലി ആണ്. ആഡ്ലിയുടെ ഡയറക്ഷനിൽ വരുന്ന 6ാമത്തെ സിനിമയാണ് ഈ AA22. ഈ പടത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലു അർജുന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ്. ഏതാണ്ട് 700 കോടിയോളം രൂപയാണ് ഈ സിംഗിൾ പാർട്ട് പടത്തിന്റെ ബജറ്റ്. പുഷ്പയിലൂടെ ഇന്ത്യ മൊത്തം ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാക്കിയ ഉദ്ദേശം വരുന്ന ഒരു അല്ലു അർജുൻ സിനിമ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഈ പടത്തിന് നല്ല ഹൈപ്പ് ഉണ്ട്. പിന്നെ അല്ലു അർജുൻ നോർത്ത് മാർക്കറ്റ് ഒക്കെ പിടിച്ച സ്ഥിതിക്ക് നോർത്തിലൊക്കെ അത്യാവശ്യം വലിയ റിലീസ് ആയിട്ടാവും ഈ പടം വരുന്നത്. ഇനി നമുക്ക് ഈ സിനിമയിലേക്ക് വന്നാൽ അറിയാലോ, വലിയ സിനിമയാണ്. ഇതിന്റെ ഒരു സ്കെയിൽ വെച്ച് മാത്രമല്ല, ഇതിന്റെ ഒരു കണ്ടന്റും അത്യാവശ്യം വലുതാണ്. ഒന്നാമത്തെ കാര്യം, ഇത് ആഡ്ലിയുടെ ഡ്രീം പ്രോജക്റ്റ് ആണ്. കഴിഞ്ഞ 15 വർഷമായി പുള്ളി ഇതിൽ വർക്ക് ചെയ്യണമെന്നൊക്കെയാണ് പുള്ളി റീസെന്റ് ആയിട്ട് പറഞ്ഞത്. എന്താണെന്തോ, ഇതൊരു സയൻസ് ഫിക്ഷൻ മിത്തോളജിക്കൽ ഫാന്റസി പടമാണ്. അല്ലു അർജുന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. ഈ പടത്തിൽ അല്ലു അർജുൻ 5ഓളം മൾട്ടിപ്പിൾ വേഷങ്ങളാണ് എത്തുന്നത്. അതായത് ഒരു കൊച്ചു കുട്ടി മുതൽ അപ്പൂപ്പൻ വരെ, അങ്ങനെ മൊത്തം 5ഓളം അല്ലു അർജുൻ ഈ പടത്തിലുണ്ട്. ആഡ്ലി പടത്തിൽ നായകൻ ഡബിൾ റോൾ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പുള്ളി കുപ്പി എന്ന് പറഞ്ഞിട്ട് പോലെ കുറെ കോപ്പി ഇറക്കി വിടും. ആഡ്ലിക്ക് ഇതൊരു വിഷയമുള്ള കാര്യമേ അല്ല, അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വലിയ പുതുമയില്ല. പക്ഷെ ആഡ്ലിയുടെ കാര്യത്തിൽ ഒരു പുതുമയില്ലെങ്കിലും അല്ലു അർജുന്റെ കാര്യത്തിൽ ഈ പരിപാടി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അല്ലു അർജുൻ ഇതുവരെ ഒരു പടത്തിൽ പോലും ഡബിൾ റോളിൽ വന്നിട്ടില്ല. ഇപ്പോ 22 പടമായി, അതിലൊന്നിൽ പോലും ഡുവൽ ആക്ഷൻ പരിപാടി പുള്ളി ഇതുവരെ പിടിച്ചിട്ടില്ല. തെലുങ്കിൽ ഈ ഒരു റെക്കോർഡുള്ള ഒരേ ഒരു സ്റ്റാർ ചിലപ്പോ അല്ലു അർജുൻ മാത്രമായിരിക്കും. ബാക്കി എല്ലാ നടന്മാരും ഒരു പടത്തിലെങ്കിലും ഡബിൾ റോളിൽ വന്നിട്ടുണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് അച്ഛൻ മകനായിട്ടെങ്കിലും ഡബിൾ റോൾ ആയിട്ടുണ്ട്. അല്ലു അർജുൻ ആണെങ്കിൽ ഇതുവരെ ഒരു പടത്തിൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലു അർജുൻ സിനിമകൾ ആദ്യമായി ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2ലും 3ലും കൂടുതൽ അല്ലു അർജുന്മാരെ ഒരുമിച്ച് കാണാൻ പോകുന്ന പടം ഇതായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പടത്തിനുണ്ട്. അങ്ങനെ എന്തായാലും ഇപ്പോ ഇന്ന് അല്ലു അർജുന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഈ പടത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഐറ്റം. പടത്തിന്റെ പേര് രാക്ക. ഈ ഒരു പോസ്റ്റർ കണ്ട നേരത്ത് പലർക്കും ഇത് അങ്ങോട്ട് വർക്കായി കാണത്തില്ല. എനിക്കും വർക്കായില്ല. മൊത്തത്തിലൊരു തേങ്ങ മട്ടാണ്. അല്ലുവിന്റെ ആ ഒരു ബീസ്റ്റ് ലുക്ക്, പിന്നെ ഇങ്ങനെ ഒരു ടൈറ്റില്, അതൊന്നും അത്ര പെട്ടെന്ന് ആർക്കും അങ്ങനെ ഡൈജസ്റ്റ് ആവത്തില്ല. എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, എന്തോ പോലെ ആയിപ്പോയി, അതാണ് കാര്യം. അപ്പോ ഒരു പോസ്റ്റർ വെച്ച് മൊത്തം പടത്തെയും വിലയിരുത്താൻ പാടില്ലല്ലോ. ചിലപ്പോ ബിരിയാണി അങ്ങനെ കിട്ടിയാലോ. അപ്പൊ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, ഇതൊരു തട്ടിക്കൂട്ട് പരിപാടി ആയിരിക്കത്തില്ല. ഇതൊരു വൻ സംഭവമാണ്. അതിന് ഈ പടത്തിന്റെ ടൈറ്റിൽ തന്നെ ധാരാളം. രാക്ക രാക്ക എന്നാണ് ഈ പടത്തിന്റെ പേര്. ഇത് വെറും ഒരു ഫാൻസി ടൈറ്റിൽ അല്ല, ആ പേരിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. അപ്പോ ആ ടൈറ്റിൽ നിന്ന് തന്നെ ഉറപ്പിക്കാം, മിത്തോളജി ആണ് ഇതിന്റെ ബേസ്. ഈ രാക്ക എന്ന് പറയുന്നത് പഴയ ഒരു തരം നാടോടി കഥയാണ്. കെട്ടുകഥ എന്ന് പറയുന്ന, ഇന്നും മിത്ത് എന്ന് പറയുന്ന ഒരു പഴയ പേടിപ്പിക്കുന്ന കഥ. നമ്മുടെ ഹിമാലയത്തിലെ യതി എന്നൊക്കെ പറയുന്ന ഒരു ഭീകര സത്വമില്ലേ, അതിന്റെയൊക്കെ മറ്റൊരു പരിപാടിയാണ് ഈ രാക്ക. ഈ രാക്ക എന്ന് പറയുന്നത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. അത്ര ഫേമസ് ആയിട്ടുള്ള കഥയൊന്നും അല്ല. അധികമാർക്കും അങ്ങനെ അറിയാനും വഴിയില്ല, കേട്ടിട്ടുണ്ടാവത്തില്ല. എന്നാലും നമ്മൾ പല ഹോളിവുഡ് പടങ്ങളിലും കണ്ടിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ആയിട്ട് ഇതിന് ചെറിയ സാമ്യമുണ്ട്. അപ്പോ നമുക്ക് രാക്കയിലേക്ക് വരാം. എന്താണ് രാക്ക? രാക്ക എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ പറ്റി ഹിന്ദു മിത്തോളജിയിൽ പറയുന്നുണ്ട്. നമ്മുടെ പല ഭാഷകളിലും രാക്ക എന്ന വാക്കിന്റെ അർത്ഥം പൗർണമി എന്നാണ്. പൂർണ്ണചന്ദ്രൻ എന്നും ഈ വാക്കിന് അർത്ഥമുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന പോലെ പറയാനാണെങ്കിൽ വെളുത്തവാവ്. ഈ പൗർണമി, അതായത് ഈ വെളുത്തവാവ് ദിവസം ശക്തി പ്രാപിച്ച ഒരു ഭീകര സത്വമായിട്ട് മാറുന്ന ശക്തിയെ കുറിച്ച് ഹിന്ദു മിത്തോളജിയിൽ പറയുന്നുണ്ട്. ചന്ദ്രൻ പൂർണ്ണ രൂപത്തിലാവുന്ന രാത്രിയിൽ ഈ ജീവികൾ മനുഷ്യരൂപത്തിൽ നിന്ന് ഒരു ഭീകര രൂപത്തിലേക്ക് മാറുമെന്നാണ് ചില നാടോടി കഥകളിൽ ഇതിനെ പറ്റിയൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വെയർവോൾഫിന്റെ മറ്റൊരു ടൈപ്പാണ്. ഇതിന്റെ ബേസിൽ ഈ മിത്തൊക്കെ പിടിച്ച എന്തോ പരിപാടിയാണ് ആഡ്ലി ഈ സിനിമയിൽ ചെയ്യാൻ പോകുന്നത്. ആഡ്ലി ആയതുകൊണ്ടും ഇങ്ങനൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ടും ഇതെങ്ങനെ എടുത്ത് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ രാക്ക എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ കഥകൾ തപ്പിപ്പോയാ അങ്ങനെ കിട്ടാനും പാടാ, ഭയങ്കര റേറാ. ഇത്രയേ ഉള്ളൂ തൽക്കാലം. എന്തായാലും ഈ പടം വരുമ്പോഴേക്കും നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തപ്പിപ്പോയിട്ട് പറഞ്ഞുതരാം.